मत्ती रचित सुसमाचार उसका 27 अध्याय और 39 और 40 वचन पढ़े। आने जाने वाले सिर हिला हिला कर उसकी निंदा करते थे और यह कहते थे, हे मंदिर के ढाने वाले और 3 दिन में बनाने वाले, अपने आप को तो बचा, यदि तू परमेश्वर का पुत्र है तो क्रूस पर से उतर आ। തിരുമേശയിലേക്ക് കർത്താവ് വിശുദ്ധിയോടെ കടന്നു വരുവാൻ ഞങ്ങൾ സഹായിക്കണം. പ്രാർത്ഥിക്കുന്നു കർത്താവിനെ ക്രൂശ് അമർത്തെ ധ്യാനിക്കുവാൻ കർത്താവിനെ ബലപ്പെടുത്തുമാകണമേ, കൃപ കുടിക്കണം. പ്രാർത്ഥനകളതിനായി സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രൂശിൽ കിടക്കുന്ന സമയമാണ്. और ये ऐसा समय है जब प्रभु यीशु मसीह को जो क्रूस पर चढ़ाया गया। അതിന്റെ തൊട്ട് മുമ്പിലുള്ള വാക്യം നമുക്ക് കാണാൻ സാധിക്കും. और उसके 2 वचन पहले हम पढ़ सकते हैं। അവനെ 35 അവനെ ക്രൂശിൽ തറച്ച ശേഷം അവരെ ചീട്ടിട്ട് അവന്റെ വസ്ത്രം പകർത്തെടുത്തു. അവിടെ ഇരുന്നു കൊണ്ട് അവനെ കാത്തു. യഹൂദന്മാരുടെ രാജാവായ യേശു എന്നവന്റെ കുറ്റസംഗതി എഴുതി അവന്റെ തലയ്ക്ക് മീതെ വെച്ചു. വലത്തും ഇടത്തുമായ 2 കള്ളന്മാരെയും അവനോട് കൂടെ ക്രൂശിച്ചു. तब उन्होंने उसे क्रूस पर चढ़ाया और चिट्ठियां डालकर उसके कपड़े बांट लिए और वहां बैठकर उसका पहरा देने लगे और उसका दोष पत्र उसके सिर के ऊपर लगाया गया, यह यहूदियों का राजा यीशु है। तब उसके साथ 2 डाकू एक दाहिने और एक बाएं क्रूसों पर चढ़ाए गए। ആമേൻ. आमीन। ചാട്ടവാറ് കൊണ്ട് അടിച്ച് തകർത്ത ശരീരമാണ് ഇപ്പോൾ യേശുവിന്റെ ശരീരം എന്ന് പറഞ്ഞാൽ. और अभी जो यीशु का शरीर है उसको जो कोड़े से जो मारा गया और तोड़ा गया, ऐसा शरीर। प्रेज द लॉर्ड। ശരീരത്തെ മരക്കുരിശുമായി ആണികളാൽ അടിച്ച് തറച്ചു. और उसके शरीर को क्रूस पर लटकाया गया। प्रेज द लॉर्ड। ചാട്ടവാറ് കൊണ്ടുള്ള അടിയാൽ ശരീരം തകർന്ന വേദനകൾ ശരീരത്തിനുണ്ട്. और उसके शरीर को जो कोड़े से मारा गया, उसकी जो पीड़ा है, उसका जो दुख है, उसका पीड़ा उसके शरीर में। ആണികൾ അടിച്ച് തറച്ച വേദന ശരീരത്തിലുണ്ട്. और कीलों से ठोका गया उसके शरीर में जो है काफी पीड़ा है। Praise the Lord. Praise the Lord। അതുപോലെ ശരീരത്തിന് അതിയായ വേദനയുണ്ട്. और मेरे कहने का मतलब उसके शरीर में जो है काफी जो है असहनीय पीड़ा है। ആമേൻ. आमीन। ക്രൂശിൽ തൂങ്ങി കിടക്കുമ്പോൾ ശ്വാസമുട്ടൽ അനുഭവിക്കുമെന്ന് അറിയാം നമുക്ക്. और जब उसे क्रूस पर जब लटकाया गया तब उससे काफी जो घुटन का जो एहसास हुआ। കാരണം കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ ഈ ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടു പോകും. क्योंकि कुछ समय बीतने पर जो है उसका जो प्राण है जो उसके शरीर में से निकल जाएगा। പ്രാണവേദനയിലാണ് കർത്താവ്. और वो काफी जो है असहनीय पीड़ा में है। അല്ലെങ്കിൽ മരണവേദന. और मृत्यु के जो दर्द में। ആ ശരീരം ആ ക്രൂശിൽ കിടന്ന് പിടയ്ക്കുകയാണ്. और वो शरीर जो है क्रूस में जो है तड़पता है। യഹൂദന്മാരുടെ തലയ്ക്ക് മീതെ ഒരു ലേബൽ കൊണ്ട് അടിച്ചിട്ടുണ്ട്. യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതി അടിച്ച് തളച്ചിട്ടുണ്ട്. और यहूदियों ने एक दोष पत्र लिख के उसके सिर के ऊपर लगाया कि यह यहूदियों का राजा यीशु है। ഏറ്റവും വേദനപ്പെട്ട സമയം. और काफी जो है वो दुख के समय में। നിന്ദിക്കുന്ന സമയം. और वो निंदा के समय में। Praise the Lord. ആർക്ക് വേണ്ടിട്ടാ? ये सब किसके लिए? നമുക്ക് വേണ്ടിയിട്ട്. हमारे लिए। കഴിഞ്ഞ നമ്മൾ കേട്ടു നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ദരിദ്രനായി മാറി. और पिछले हफ्ते हमने सुना कि हमारे जो हमारा परमेश्वर जो है वो तो कंगाल बन गया। ഇത് വേദനപ്പെട്ട് കിടക്കുക ഈ ശരീരം. अभी जो दुख से जो पीड़ा से भरा पड़ा है। हालेलुया। हालेलुया। മരണം കുറച്ച് സമയം കൂടെ കഴിയുമ്പോൾ മരണപ്പെടുന്ന നമുക്ക് കാണാൻ സാധിക്കും. और कुछ समय बीतने पर जो है उसकी मृत्यु होने वाली है। ഏറ്റവും വേദനിക്കപ്പെട്ട സമയത്ത് और काफी जब दुख के परिस्थिति में കടന്നു പോകുന്നവർ തല കുലുക്കി അവനെ ദുഷിച്ചു. और काफी लोग जो है सर हिला हिला कर उसे जो है उसकी निंदा करते हैं। ആരൊക്കെയാണ് 41 വാക്യത്തിൽ കാണാൻ സാധിക്കുക. और वो हम 41 वचन में पढ़ते हैं। മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും കൂടെ ചേർന്ന ഈ കർത്താവായ യേശുവിനെ പരിഹസിക്കുന്നത്. और प्रधान याजक शास्त्री और पुरनिये मिलकर जो है उसकी टट्टा उड़ाते हैं। ഏത് അവസരത്തിലാ? और किस समय में? എല്ലാവരും ശ്രദ്ധിച്ചാട്ടെ. सब ध्यानपूर्वक सुनिएगा। Praise the Lord. Praise the Lord. Hallelujah. Hallelujah. ഈ ഏത് അവസരത്തിലാണ് കർത്താവിനെ നിന്ദിക്കുന്നത്? और किस समय में ये परमेश्वर का मजाक उड़ाते हैं? കുരിശിൽ അതിവേദനയാൽ പിടയുന്ന സമയത്ത് जब वो क्रूस पर जब असह्य पीड़ा में पड़ा था। അവിടെ പറയും അവർ തല കുലുക്കി ദുഷിച്ചു. और वहां पे लिखा है कि वो सिर हिला हिला कर उसकी निंदा करते ഒന്നുകൂടെ हैं। പറഞ്ഞ തല
കുലുക്കി പരിഹസിച്ചു. और वो सिर हिला हिला कर उसकी जो है टट्ठा करते थे. ആമേൻ. आमीन. ഒരു അടി അടിച്ച ആ വേദന കുറച്ച് സമയം കഴിയുമ്പോൾ മാറിപ്പോകും. यदि एक मारते हैं तो कुछ समय बाद जो है उसका जो है दर्द थोड़े समय में चला जाता है. പക്ഷേ നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന വാക്കുകളാണെങ്കിൽ അത് വർഷങ്ങളായാലും അതിന്റെ വേദന മാറി പോകത്തില്ല. लेकिन ऐसा कोई शब्द यदि हमसे कहता है कि जो हमारे जो है जिससे हमारा दिल टूट जाए तो वो कभी भी जो है कई साल बीतने पर भी मन से नहीं निकलता. हालेलुया. हालेलुया. प्रेज़ द लॉर्ड. प्रेज़ द लॉर्ड. ഒരു അടി അടിച്ച ആ വേദന അപ്പോൾ മാറി പോകും. यदि एक मार मारेंगे तो वो कुछ समय के बाद उसका दर्द चला जाता പക്ഷേ है. നമ്മുടെ ഹൃദയത്തെ തകർക്കുന്ന എന്തെങ്കിലും കുത്തുവാക്കുകൾ പറയുകയാണെങ്കിൽ നമ്മൾ മറക്കത്തില്ല. लेकिन हमारा हृदय टूटते हुए ऐसे कोई दोष की बातें कहेंगे तो वो हमारे मन से नहीं जाता है. प्रेज़ द लॉर्ड. प्रेज़ द लॉर्ड. കുരിശിൽ കിടക്കുകയാ. क्रूस पर पड़ा है ശരീരത്തിൽ മുഴുവനും വേദനയാ. और शरीर में पूरा जो है पीड़ा है. കണ്ടാൽ ഒരു മനുഷ്യ രൂപമാണെന്ന് ആരും പറയത്തില്ല. और देखने से कोई नहीं कह सकता कि ये मनुष्य का रूप है. കാരണം മാംസമൊക്കെ അടിച്ച് പറിച്ചു കളഞ്ഞവരെ. और सारा जो मांस जो है उसका जो है निकाल लिया गया. മരണവേദന പെടുന്ന പിടയ്ക്കുമ്പോ और मृत्यु के दर्द से वो काफी तड़पता है. മഹാപുരോഹിതന്മാര്, और महायाजक लोग, ശാസ്ത്രിമാര്, शास्त्री लोग മൂപ്പന്മാര്, और पुरनिये लोग ഇവരെല്ലാം ആത്മീയ ലെവലിലുള്ള ആളുകളാ. और ये सब जो है आत्मिक स्तर के लोग हैं. ഇവർ യേശുവിനെ നോക്കി ദുഷിക്കുകയാ. और ये यीशु को देखकर उसका मजाक उड़ाते हैं. ആമേൻ. आमीन. ചാട്ടവാറ് കൊണ്ട് അടിച്ചതിനെക്കാട്ടി വേദന ഈ വാക്കുകൾ കൊണ്ട്. और घोड़े की मार से बढ़कर जो है उनके वो शब्द की जो मार है. प्रेज़ द लॉर्ड. ഹല്ലേലൂയ. हालेलुया. നമ്മുടെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. हम जब बात करते हैं हमारे जो है बातचीत तो हम काफी सोच समझ कर बोले. ഹല്ലേലൂയ. हालेलुया. മറ്റുള്ളവരെ വേദന ഉണ്ടാക്കുന്നത് ഹൃദയത്തെ തകർക്കുന്ന വാക്കുകളൊന്നും പറയരുത്. ऐसे कोई बात ना बोले जिससे दूसरों का जो है दिल टूट जाए या उनका जो है उनको ठेस पहुंचे. എന്നിട്ട് പറയുകയാ, और कहते हैं അടുത്ത ഭാഗത്ത് പറയുകയാ, മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവരെ നിന്നെ തന്നെ രക്ഷിക്കാം. और यह कहते थे हे मंदिर के ढाने वाले और 3 दिन में बनाने वाले अपने आप को तो बचा. ദൈവപുത്രനെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. और यदि तू परमेश्वर का पुत्र है तो क्रूस पर से उतरा. മന്ദിരം പൊളിച്ചു 3 നാൾ കൊണ്ട് പണിയുന്നവനെ. हे मंदिर के ढाने वाले और 3 दिन में बनाने वाले. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു സെന്റൻസ് ആയത്. ये प्रभु यीशु मसीह ने जो है अपने सेवा में जो एक वाक्य कहा था. ഒരു പ്രസംഗമായത്. और ये एक जो है उपदेश है. 3 ദിവസം കൊണ്ട് ഞാൻ ഈ മന്ദിരം പണിയും. मैं 3 दिन में जो है इस घर को बना दूंगा. അത് വിശ്വാസത്തിന്റെ പ്രഖ്യാപനമാ. और ये विश्वास का उपदेश है. പ്രഖ്യാപനം. ഘോഷണ. ये विश्वास का जो घोषणा है. ഹല്ലേലൂയ. हालेलुया. അപ്പോൾ ഈ വേദി ഇവർ എടുത്തിട്ട് കർത്താവിനെ ദുഷിക്കുക. और ये इस शब्द को लेकर वो परमेश्वर की निंदा करते हैं. ആമേൻ. आमीन. കർത്താവ് ഈ ഭൂമിയിൽ വന്നിട്ട് ഒരുപാട് പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. और परमेश्वर ने इस भूमि पर आया उसने काफी सेवा कार्य किया. യഹൂദന്മാര് ഈ വചനം പഠിക്കുമ്പോൾ 12 വയസ്സാകുമ്പോഴത്തേക്ക് കുഞ്ഞ് പഠിച്ചോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ദേവാലയത്തിൽ കൊണ്ടുപോയില്ല. യഹൂദ കുട്ടികള് ന്യായപ്രമാണം പഠിച്ചു കഴിയുമ്പോ और यहूदी लोग जब अपने बच्चे को जब व्यवस्था सिखाते हैं 12 വയസ്സാകുമ്പോ 12 वर्ष होने पर ആലയത്തിൽ കൊണ്ടുപോയില്ല. और वे आराधना में ले जाते हैं. എന്നിട്ട് മൂപ്പന്മാർ ഇവ വചനം പഠിച്ചിട്ടുണ്ടോ എന്ന് നോക്കും. और जो पुरनिये लोग हैं वो देखते हैं कि इसे जो वचन का ज्ञान है या नहीं. ന്യായപ്രമാണത്തിൽ നിന്ന് പല ചോദ്യങ്ങൾ ചോദിക്കും. और कई बात जो है उससे व्यवस्था के बारे में पूछते हैं. കാരണം ന്യായപ്രമാണം അറിയാമോ എന്നുള്ള ചെക്കിംഗ് ആണ്. क्योंकि वो उसे चेक करते हैं कि उसे इसे व्यवस्था के बारे में पता है या പക്ഷെ नहीं. 12ാമത്തെ വയസ്സിൽ യേശു അവിടെ ചെന്നപ്പോ लेकिन 12 वर्ष में जब यीशु वहां पहुंचा ഈ വേദശാസ്ത്രന്മാർ ഇടയ്ക്കിരിക്കുക. तब व्यवस्था के पंडित लोग भी वहां बैठे हैं. അവരോട് സംസാരിക്കുന്നത് കേട്ടപ്പോ और जब वो उनसे जब बातचीत करता है അവരോട് ഈ വചനത്തിൽ നിന്ന് ചോദിക്കുന്നത് കേട്ടപ്പോ और जब वो वचन के बारे में उससे पूछता है അവർ വിസ്മയിച്ചു പോയി. तब उनका जो आदर चला गया. ഹല്ലേലൂയ. हालेलुया. അവർ ആശ്ചര്യപ്പെട്ടു. और वो आश्चर्यचकित हुए ഇവൻ എവിടുന്നാ ഈ ജ്ഞാനം? कि इसको ये ज्ञान कहां से मिला. ഹല്ലേലൂയ. हालेलुया. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോ जब लूका 5 पढ़ते हैं ഈ പത്രോസിന്റെ മീൻപിടുത്തം അവിടെ കാണാൻ സാധിക്കും. और पतरस के बारे में वहां लिखा है അവിടെ മീൻപിടുത്തം തുടങ്ങുന്നതിന് മുമ്പേ ജനം തിക്കി തിരക്കി വചനം കേൾക്കാൻ വേണ്ടി വരികയാ. और उसके जो है मछली पकड़ने से पहले जो है वहां पे लोग भीड़ की भीड़ जो है उसका वचन उसका उपदेश सुनने के लिए वहां आई. ഹല്ലേലൂയ. हालेलुया. അത്ഭുതം കാണാനോ അടയാളം കാണാനോ നല്ല ലൂക്കോസ് പറഞ്ഞേക്കുന്നത്. और अद्भुत और चिन्ह देखने के लिए यहाँ पे जो लूका में नहीं लिखा है. വചനം കേൾക്കാൻ വേണ്ടി തിക്കി തിരക്കി ഓടി വരികയാ. लेकिन जो भीड़ है जो है वो दौड़ दौड़ कर जो है उसका उपदेश सुनने के लिए आती है. അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് ആയിരുന്നു കർത്താവായ യേശുവിന്റെ മെസ്സേജ്. और प्रभु यीशु मसीह का जो उपदेश जो है उतना
उतना प्रभावशाली जो वचन था। മത്തായി സുവിശേഷം 5, 6, 7 നമുക്ക് ഗിരിപ്രഭാഷണം കാണാൻ സാധിക്കും. और मत्ती 5, 6, 7 में हम जो है पहाड़ी उपदेश को देखते हैं മലമുകളിൽ ഇരുന്നുകൊണ്ട് കർത്താവ് പ്രസംഗിക്കുക. और वो पहाड़ पर जो उपदेश देता है ആ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോ और उपदेश के बाद जो वापस लौटता है അവൻ പറയുക, तो वो कहते हैं ഇവൻ അധികാരത്തോടെയാ പ്രസംഗിച്ചത്. और इसने जो अधिकार के साथ जो है प्रचार ആ किया പ്രസംഗം കേട്ട് അവര് വിസ്മയിച്ചു. और ये उपदेश को सुनकर वे आश्चर्यचकित हुए സ്വന്തം ശിഷ്യനായ പത്രോസ് പറയുക, और उसका चेला जो है प्रत्यक्ष कहता है നിന്റെ കയ്യിൽ നിത്യജീവന്റെ മൊഴികളുണ്ട്. कि अनंत काल की बातें तो तेरे ही पास है നിന്നെ വിട്ടിട്ട് ഞങ്ങൾ എവിടെ പോകും? और तुझे छोड़कर हम कहाँ जाए। ഹല്ലേലൂയ. हालेलुया। അത്രയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് പലതും യേശു പറഞ്ഞിട്ടുണ്ട്. और उतना आश्चर्यचकित वचन जो परमेश्वर ने कई बार जो उपदेश दिया। Praise the Lord. Praise the Lord। അത്ര അനുഗ്രഹിക്കപ്പെട്ട മെസ്സേജ് യേശു പറഞ്ഞിട്ടുണ്ട്. और इतना अनुग्रह से भरा हुआ वचन प्रभु ने जो है कहा അതിനകത്തുനിന്ന് ഒരു കുറച്ച് ഭാഗം എടുത്തിട്ട് और उसमें से कुछ शब्दों को लेकर ക്രൂശിൽ കിടക്കുന്ന മരിക്കാൻ പോകുന്ന യേശുവിന്റെ മുമ്പിൽ കണ്ടുകൊണ്ട് പറയുക, और इस क्रूस पर जो है जो मरने जो मृत्यु के लिए जाता है उस यीशु से कहते हैं മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനാ നീ പറഞ്ഞില്ലയോ? कि हे मंदिर के ढाने वाले और 3 दिन में बनाने वाले, क्या तूने नहीं कहा था। ഹല്ലേലൂയ. हालेलुया। അങ്ങനെ നീ പണി, तो ऐसा कर, നീ ദൈവപുത്രനാണെന്ന് പറഞ്ഞില്ലേ? यदि तू परमेश्वर का पुत्र है तो उसे प्रकट कर। അങ്ങനെ നീ കുരിശിൽ നിന്ന് ഇറങ്ങി വാ. तो तू क्रूस पर से उतर आ। ഇത് ദൈവത്തിന്റെ കർത്താവായ യേശുവിന്റെ പ്രസംഗത്തിന്റെ മഹത്വം ഒന്നും വർണ്ണിക്കുകയല്ല. प्रचार का गंभीरता नहीं बोलते, गंभीरता के बारे में प्रचार का महिमा नहीं बता रहे. वे प्रभु यीशु मसीह के जो प्रचार का जो महिमा की जो बात नहीं कर ആ रहे പ്രസംഗം നല്ലതാണെന്ന് പറയല്ല. और कोई प्रचार अच्छा है ऐसा ഈ नहीं कह रहे। പ്രസംഗം പ്രസംഗിച്ചവൻ ഇങ്ങനത്തെ ദുഷ്ടനാണെന്ന് അവർ പറയുക. और इस प्रकार से जो प्रचार किया वे दुष्ट है, इस प्रकार से वो जताते हैं। ആമേൻ. आमीन। നല്ല പ്രസംഗങ്ങളെല്ലാം വിട്ട് और अच्छे प्रचारों को छोड़कर എന്നിട്ട് ഈ മെസ്സേജ് കൊണ്ടുവന്ന് പറയുക, और इस वचन को लेकर वो कहते ഈ हैं 3.5 വർഷം പ്രസംഗിച്ച് നടന്നവനാണല്ലോ ഇങ്ങനത്തെ വൃത്തികെട്ടവനാണെന്നാ പറയുന്നത്. 3.5 साल जो प्रचार के तेरे जीवन में कोई आदर्श नहीं, ये 3.5 साल जो तूने प्रचार किया तेरे जीवन में कोई आदर्श नहीं है। Praise the Lord। മനസ്സിലാവുന്ന കാര്യങ്ങൾ ഇവർക്ക് കർത്താവിനെ സ്തുതിച്ചാട്ടെ. जो समझ गए वो हाथ उठा के प्रभु को धन्यवाद दे। ഹല്ലേലൂയ. हालेलुया। Praise the Lord. Praise the Lord। അതാ ഞാൻ പറയുന്നത്, ഈ ചാട്ടവാറിനെക്കാട്ടി വേദന ഉള്ളതായി വാക്കുകൾക്ക്. घोड़े की मार से जो बढ़कर जो इनके शब्दों की जो मार है। ഹല്ലേലൂയ. हालेलुया। കർത്താവ് അവന്റെ മേലുള്ള പദ്ധതിയാ പറഞ്ഞത്. और परमेश्वर ने जो उसके ऊपर जो पद्धति है वो से कहा ഹല്ലേലൂയ. ഞാൻ മരിക്കും, कि मैं मरूंगा മരിച്ചിട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കുമെന്നാ പറഞ്ഞത്. और मरने के बाद तीसरे दिन जी उठूंगा। അത് വിശ്വാസത്തിന്റെ വാക്കുകളാ പറഞ്ഞത്. और परमेश्वर ने विश्वास के जो वचन ആ कहे വിശ്വാസത്തിന്റെ വാക്കുകൾ കൊണ്ടൊന്ന് അപമാനിക്കുക ഇപ്പോ. और उस विश्वास के वचन को लेकर वो परमेश्वर का अनादर करते हैं। അത് ദൈവം കർത്താവായ യേശുവിന്റെ മേലുള്ള പ്രോമിസ് ആണ്. और वो परमेश्वर के ऊपर होता हुआ जो वायदा है ആ വാഗ്ദത്തത്തെ എടുത്തു കാണിച്ചിട്ട് കർത്താവായ യേശുവിനെ അപമാനിക്കുക മൂപ്പന്മാര്. और वायदे को लेकर जो है पुण्य लोग जो है परमेश्वर की निंदा करते हैं। Praise the Lord. Praise the Lord। എന്നിട്ട് കർത്താവ് എല്ലാം പറഞ്ഞോ? तो उसके बाद भी जो प्रभु यीशु मसीह ने कुछ नहीं कहा। എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്തോ? क्या उसने उनका प्रत्युत्तर दिया। Praise the Lord. Praise the Lord। നമുക്ക് ജോസഫിനെ അറിയാം. हम यूसुफ को जानते हैं। ആമേൻ. ഒരു സ്വപ്നത്തിന്റെ പേരില് അടിമയായി മാറുവാനിടയായി തീർന്നു. एक स्वप्न को बताने के बारे में वो जो दासत्व में चला गया। ജോസഫ് ഒരു സ്വപ്നം കണ്ട്, यूसुफ ने एक स्वप्न देखा അത് അവൻ കണ്ടതല്ല, और वो उसने नहीं देखा, ദൈവം കാണിച്ചതാ. परमेश्वर ने उसे दिखाया। ആ സ്വപ്നം പറഞ്ഞു കഴിഞ്ഞപ്പോ और जब उसने उस स्वप्न को प्रकट അവൻ किया അടിമയായി മാറി. और वो जो दासत्व में चला ആ गया അടിമത്തത്തിലുള്ള യാത്രയിൽ അവൻ പൊത്തിഫേറിന്റെ ഭവനത്തിൽ വന്നു. और उस दासत्व के सफर में वो पोतीफर के घर में पहुंचाया गया। പൊത്തിഫേറിനെ കണ്ട് ഇഷ്ടപ്പെട്ട് പൈസ കൊടുത്ത് മേടിച്ചതാ. और पोतीफर ने जो उसे जो है पैसा देकर जो उसे मोल लिया। ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞ് ജോസഫിനെ ക്ഷണിച്ചുകൊണ്ട് വരിക, നീ ഞങ്ങളുടെ വീട്ടിലോട്ട് വാ. और यूसुफ को जो अपने घर में ले आता है എന്നിട്ട് പൊത്തിഫേറിന്റെ ഭാര്യ और उस समय पोतीफर की जो पत्नी है ഒരു പാപം ചെയ്യാൻ വേണ്ടി അവനെ പ്രേരിപ്പിച്ചു. एक पाप करने के लिए उसे प्रेरित किया। ജോസഫിന് വേണ്ട. यूसुफ ने इनकार किया കാരണം ജോസഫിന്റെ ഉള്ളിൽ ഒരു പ്രമാണമുണ്ട്. क्योंकि यूसुफ का जो है एक व्यवस्था है। ഹല്ലേലൂയ. हालेलुया। അവൻ ദൈവത്തെ ഭയപ്പെടുന്നുണ്ട്. वो परमेश्वर का भय मानता അവൻ था കണ്ട ഒരു സ്വപ്നം അവന്റെ ഉള്ളിലുണ്ട്. और उसने जो स्वप्न देखा था वो उसके अंदर था। അതുകൊണ്ട് അദ്ദേഹം അത് നിരാകരിച്ചു, इसलिए उसने തിരസ്കരിച്ചു. जो है उसका तिरस्कार किया। ഹല്ലേലൂയ. हालेलुया। പൊത്തിഫേറിന്റെ ഭാര്യയുടെ ഇഷ്ടപ്രകാരം നിൽക്കാത്തത് കൊണ്ട് और क्योंकि वो पोतीफर की जो पत्नी की जो है
इच्छा के अनुसार वो नहीं किया। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ അവരുടെ ഉള്ളിൽ ഒരു വൈരാഗ്യം ഉണ്ടായി. तब उसके अंदर जो वो क्रोध से भर गई ഇവനെ ഞാൻ അപമാനിക്കും. कि इसका भी मैं अपमान करूं। ഹല്ലേലൂയ. हालेलुया। ഇവനെ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ നിന്ദിക്കും. मैं दूसरों के सामने इसकी निंदा करूं। തെരുവിൽ ഒരു വസ്ത്രം കൊടുക്കട്ടെ. और उसने अपना वस्त्र ആ निकाला വസ്ത്രം എടുത്ത് കാണിച്ചിട്ട് പറഞ്ഞു, और वो वस्त्र दिखाकर ഇവൻ कहा എന്നെ നശിപ്പിക്കാൻ വന്നു. कि ये जो मुझे नाश करने आया है അവൻ എന്നെ അപമാനിക്കാൻ വന്നു. और इसलिए ये जो मेरी निंदा करने आया है ഇവൻ തെറ്റുകാരനാ. और ये दोषी है। ഹല്ലേലൂയ. हालेलुया। പോത്തിഫേർ ഇത് കണ്ടപ്പോ जब पोतीफर ने देखा ഭയങ്കര കോപമുണ്ടായി. तब वो उसको क्रोध से भर गया ഇല്ലാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിൽ പിടിച്ചുകൊണ്ടിട്ടു. और जो उसने नहीं किया था उसके लिए भी जो है उसे बंदी गृह में डाल दिया പക്ഷെ गया। സ്വപ്നം കണ്ട ജോസഫ് ഒന്നും മിണ്ടിയില്ല. लेकिन स्वप्न देखते हुए यूसुफ ने कुछ नहीं कहा। Praise the Lord. प्रेज द लॉर्ड। യേശുവിനെ നിന്ദിച്ചപ്പോൾ പകരം യേശു നിന്ദിച്ചില്ല. और जब यीशु का निंदा किया गया तब यीशु भी चुपचाप रहा യേശുവിനെ പരിഹസിച്ചപ്പോൾ തിരിച്ചൊരു വാക്ക് സംസാരിച്ചില്ല. और जब उसका निंदा किया गया यीशु ने जो इसका प्रत्युत्तर नहीं दिया। ഹല്ലേലൂയ. हालेलुया। ജോസഫിനെ ക്ഷണിച്ചുകൊണ്ട് വന്നവർ അപമാനിച്ചപ്പോ और जब यूसुफ को लाया गया जब उसका अपमान किया गया ഹല്ലേലൂയ ഒരു വാക്കും ജോസഫ് മിണ്ടിയില്ല. तब उसने एक वाक्य भी अपने मुंह से नहीं खोला। അവൻ ഒരു കാര്യം അറിയാ, उसको एक बात पता ഇതെല്ലാം था ഒരു സ്വപ്നത്തിന്റെ പേരിലാ. ये एक स्वप्न का एक भाग है। ഞാൻ അനുഭവിക്കുന്ന കഷ്ടതകളല്ല എന്റെ മേലുള്ള ഒരു ദൈവത്തിന്റെ പ്രോമിസിന്റെ പേരിലാ. मैं जो कोई कष्ट का अनुभव करता हूँ वो सब कुछ एक परमेश्वर का जो वायदा मेरे जीवन में होने ഞാൻ वाला है। ഇവിടെ വന്നത് ഒരു സ്വപ്നത്തിന്റെ പേരിലാ. मैं जो यहाँ पर आया हूँ वो मेरे स्वप्न का एक भाग है ആ സ്വപ്നം കൊണ്ട് और उस स्वप्न के द्वारा ഹല്ലേലൂയ हालेलुया അവൻ ദൈവത്തിന്റെ വാസത്തിലേക്ക് പ്രവേശിച്ചു. और वो परमेश्वर के वायदे में उसने प्रवेश किया ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. और- ഫറവോൻ ഒരു സ്വപ്നം കണ്ടു. और फिरौन ने भी एक स्वप्न ആ देखा സ്വപ്നത്തിൽ അവന്റെ പ്രോമിസിലേക്ക് അവൻ പ്രവേശിച്ചു. और उस स्वप्न में जो है उसका जो वायदा प्रवेश किया। Praise the Lord. प्रेज द लॉर्ड। ആരെങ്കിലും വല്ലതും പറഞ്ഞിട്ടുണ്ടെങ്കിലേ यदि किसी ने कुछ बोला तो यदि किसी ने कुछ बोला है तो റെസ്പോണ്ട് ചെയ്യാൻ പോകരുത്. उसका जो प्रत्युत्तर देने नहीं जाना। Praise the Lord. प्रेज द लॉर्ड। ഒരു വാക്ക് പോലും സംസാരിക്കാൻ പോകരുത്. और एक भी बात जो नहीं कहना കാരണം നമ്മൾ ആശ്രയം നമ്മുടെ ദൈവത്തെയാണ്. क्योंकि हमारा भरोसा हमारे परमेश्वर पर है ന്യായം വിധിക്കുന്ന ഒരു ന്യായാധിപൻ മുകളിലുണ്ട്. और न्याय करने वाला जो है एक न्यायी ऊपर है। ഹല്ലേലൂയ. हालेलुया। നീ പ്രഖ്യാപിച്ച വിശ്വാസത്തിന്റെ പേരില്, और जिस विश्वास पर तूने भरोसा रखा നീ है പ്രസംഗിച്ച വിശ്വാസത്തിന്റെ പേരില്, जो विश्वास तूने प्रचार किया है ഹല്ലേലൂയ. हालेलुया। നീ ആശ്രയിച്ച നിന്റെ ദൈവത്തിന്റെ പേരില് और जिस परमेश्वर पर तू भरोसा रखता है നിന്നെ അപമാനിക്കുന്നുണ്ടെങ്കില് यदि तेरा अपमान करते നീ हैं മിണ്ടാതിരിക്കുക. तू चुपचाप रहे। ദൈവം മുകളിലുണ്ടെന്ന ഈ പകൽക്കാലം ഓർക്കുക. परमेश्वर सबका परमेश्वर ऊपर है. परमेश्वर ऊपर बैठकर देख रहे हैं सब. परमेश्वर ऊपर बैठकर देखता है। ഹല്ലേലൂയ. हालेलुया। എത്ര വിശ്വാസമുണ്ട്? कितने लोग विश्वास करते हैं? ആമേൻ. आमीन। ആരെങ്കിലും നമ്മളോട് കോപിച്ചാല് यदि कोई हमसे क्रोधित हो जाए തിരിച്ചു കോപിക്കാൻ പോകരുത്. और बदले में वापस क्रोधित न हो। Praise the Lord. प्रेज द लॉर्ड। ആരെങ്കിലും നമ്മുടെ മനസ്സ് വിഷമിപ്പിച്ചാല് यदि कोई हमारे मन को ठेस पहुंचाता है തിരിച്ചൊന്നും പറയാൻ പോകരുത്. तो वापस कुछ न कहे। നമുക്കൊരു ദൈവമുണ്ട്. हमारा एक परमेश्वर है। ഹല്ലേലൂയ. हालेलुया। അവനെല്ലാം കാണുന്നുണ്ട്. और वो सब कुछ देखता है। ഒരു വസ്ത്രം എടുത്തിട്ട് അപമാനിക്കാൻ തുടങ്ങി. और ഒരു വസ്ത്രം എടുത്തിട്ട് യോസഫിനെ അപമാനിക്കാൻ തുടങ്ങി. और एक वस्त्र निकाल कर जो यूसुफ का अपमान करने लगे। യോസഫിനെ അറിയാൻ ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടില്ല. और यूसुफ जानता था कि मैंने कोई जो गलती नहीं की। ഞാൻ വിശ്വസ്തയോടെ നിന്നത്. मैं विश्वास के साथ खड़ा रहा ഞാൻ പോത്തിഫേറിന്റെ ഭവനത്തിൽ അപമാനം വരുത്തിയിട്ടില്ല. और मैंने पोतीफर के घर में ऐसा कुछ कार्य नहीं किया जिससे मैं अपमान ഹല്ലേലൂയ. हो। ജോസഫിനെ നന്നായിട്ട് അറിയാം. यूसुफ अच्छे से जानता था അതുകൊണ്ടാണ് ജോസഫ് ഒന്നും മിണ്ടാത്തത്. इसलिए यूसुफ आज चुपचाप रहा। യേശു ക്രിസ്തുവിനെ അറിയാം. यीशु मसीह जानता കുറച്ച് है സമയം കൂടെ കഴിയുമ്പോൾ ഈ മാനവരാശിക്ക് വേണ്ടി ഞാൻ മരിക്കുമോ? और कुछ समय के बाद जो है मानव जाति के लिए मेरा जो है मरना उचित है। മൂന്നാം ദിവസം ഞാൻ और ഉയർത്തെഴുന്നേൽക്കും. तीसरे दिन मैं जी उठूंगा। കർത്താവിനെ നന്നായിട്ട് അറിയാം. और प्रभु यीशु अच्छे से जानता है। Praise the Lord. Praise the Lord। പക്ഷേ ദുഷ്ടന്മാരായ മനുഷ്യർ യേശുവിനെ നോക്കി ദുഷിക്കുകയാ. लेकिन जो पुण्य लोग हैं यीशु को देखकर उसकी निंदा करते हैं। ഹല്ലേലൂയ. हालेलुया। മന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ. हे मंदिर के बनाने वाले उसको 3 दिन में ढाने वाले। ഹല്ലേലൂയ. हालेलुया। നിന്നെ തന്നെ രക്ഷിക്കാം. तो अपने आप को तो बचा। ദൈവപുത്രന്റെ ക്രൂശിൽ നിന്ന് ഇറങ്ങി വാ. यदि तू परमेश्वर का पुत्र है तो क्रूस पर से उतर आ। Praise the Lord. Praise the Lord। യേശു മരിച്ചു. प्रभु यीशु मसीह मर गया ആ ശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി. और उसका शरीर जो क्रूस पर से उतारा ആ गया ശരീരത്തെ തൊടാൻ കഴിയത്തില്ല. और शरीर को छू नहीं सकते കാരണം അതുകൊണ്ട് അതുപോലെ അടികൊണ്ട് തകർന്നിരിക്കുന്ന ശരീരമാ. क्योंकि इतना जो है कोड़े मार कर उसके शरीर को जो है तोड़ा ഒരു गया। മാംസ കഷ്ണമെന്ന് നമുക്ക് തോന്നിപ്പോകും. और ऐसे में
मांस का टुकड़ा है। ऐसा लगेगा जैसे मांस का टुकड़ा है। ആ ശവശരീരമെടുത്ത് ജോസഫ് അരിമത്യക്കാരൻ ജോസഫ് കൊണ്ട് കല്ലറയിൽ കൊണ്ടുവച്ചു. और उस शरीर को लेकर जो अरिमतिया के यूसुफ ने जो है कब्र पर रखा ആ കല്ലറയിലും അവർ ചെന്നു. और कब्रिस्तान में पहुंचे। उस कब्रिस्तान में पहुंचा ഹല്ലേലൂയ. हालेलुया। അവർ പിന്നാലെ ചെല്ലുകയാ. और उसके पीछे पीछे जाते हैं ആ കല്ലറയിൽ ചെന്ന് അവർ കല്ലുരുട്ടി വെച്ചിട്ട് അവരുടെ ഇമ്പീരിയൽ മുദ്ര പതിച്ചു. और उन्होंने जाकर उस पत्थर को लुढ़का कर जो उसमें जो है मोहर लगा दी ഹല്ലേലൂയ. हालेलुया। 3 ദിവസം കൊണ്ട് ഉയർത്തെഴുന്നേൽക്കുമെന്നാ പറഞ്ഞത്. और क्योंकि उसने कहा था कि तीसरे दिन में जी उठूंगा അവരുടെ ദുഷ്ടഹൃദയത്തെ അവർ പറയുന്നത് और वो अपने दुष्ट हृदय से इस प्रकार कहते हैं ഇവര് ഇവിടെ ഉയർത്തെഴുന്നേൽക്കരുത്. कि वो यहाँ से जी उठना नहीं ഇവർ ഈ चाहिए കല്ലറയ്ക്ക് അകത്ത് തന്നെ ഇരിക്കണം. वो उस कब्र के अंदर ही रहना അതിന്റെ चाहिए അർത്ഥം എന്താണെന്ന് അറിയാവോ? उसका अर्थ क्या है 3 ദിവസം കഴിയുമ്പോൾ ഈ ശവശരീരം ചീഞ്ഞ് നാറാൻ തുടങ്ങും. कि 3 दिन के बाद जो है उसका शरीर जो है वो बसाने ഈ लगेगा കല്ലറയ്ക്കകത്തിരുന്നവന്റെ ശരീരം ചീഞ്ഞ് നാറണം. और इस कब्र में उसका जो शरीर जो सड़ जाना चाहिए ഹല്ലേലൂയ. हालेलुया। അവൻ നാറണമെന്ന് അവരുടെ ആഗ്രഹം. और उनकी इच्छा थी कि उसका शरीर जो है उसमें से दुर्गंध आने പക്ഷേ चाहिए ദൈവം സ്വർഗ്ഗത്തിൽ അടങ്ങിയിരിക്കത്തില്ല. लेकिन परमेश्वर जो है स्वर्ग में चुप नहीं रहा 3 ദിവസം മുതൽ ഒരു ദിവസം ഉണ്ടെങ്കിൽ परमेश्वर का जो दिन है, परमेश्वर का जो दिन है പരിശുദ്ധാത്മാവിന്റെ ശക്തി അവിടെ വന്നിരിക്കും. और पवित्र आत्मा जो है सामर्थ के साथ आएगा എത്ര പേർക്ക് വിശ്വാസമുണ്ട്? कितने लोग विश्वास करते നിന്റെ हैं മേലുള്ള ദൈവിക പദ്ധതികളെ ആർക്കും തടയാൻ കഴിയത്തില്ല. तेरे ऊपर जो परमेश्वर का योजना है उसे कोई तोड़ नहीं सकता നിന്റെ മേലുള്ള ദൈവിക വാഗ്ദത്തങ്ങളെ ആർക്കും തകർക്കാൻ കഴിയത്തില്ല. तेरे ऊपर जो परमेश्वर का वचन है उसे कोई भी जो है तोड़ नहीं सकता ആരൊക്കെ എതിരെ ലജ്ജിപ്പിക്കാൻ നോക്കിയാലും നീ ലജ്ജിക്കത്തില്ലെന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. यदि कोई तुझे लज्जित करना चाहे तो तू लज्जित ना होगा ये वचन हमें सिखाता है जिन्होंने उसकी ओर दृष्टि की उन्होंने जो भी पाए उनका मुंह कभी काला न होने पाया. Praise the Lord. हालेलुया Hallelujah. Praise the Lord. प्रेज़ लॉर्ड കർത്താവ് ഒന്നും വേണ്ടിയില്ല. और परमेश्वर वहां चुप रहा നമുക്ക് വേണ്ടി ദരിദ്രനായി മാറി നമ്മുടെ കർത്താവ്. और परमेश्वर हमारे लिए कंगाल बन गया നമുക്ക് വേണ്ടി നിന്ദിതനായി മാറി നമ്മുടെ और കർത്താവ്. हमारे लिए उसने सारी निंदाओं को सहा എല്ലാവരും ഒന്ന് കണ്ണുകളെ അടച്ചാട്ടെ. सब अपने आंखों को बंद करें അത്ഭുത നിമിഷം കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിച്ചാട്ടെ. और कुछ समय परमेश्वर से प्रार्थना करें ഹല്ലേലൂയ. നിന്റെ വാഗ്ദത്തങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. कि तेरी इच्छा मेरे जीवन में पूरी हो നിന്റെ ഹിതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നടക്കണമേ. तेरी इच्छा हमारे जीवन में पूरी होने पर ഹല്ലേലൂയ. ദൈവഹിതമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ परमेश्वर की इच्छा नहीं होती हुए ऐसे हम बातें जब सुनते മനസ്സിനെ हैं വേദനിപ്പിക്കുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ मन को ठेस पहुंचाने वाले जब बातों को सुनते हैं റെസ്പോണ്ട് ചെയ്യാൻ അനുവദിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചാട്ടെ. तो हम ऐसा प्रार्थना करें हम उसका प्रत्युत्तर नहीं देंगे റെസ്പോണ്ട് ചെയ്യാതിരിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചാട്ടെ. कि परमेश्वर हमें जो हम चुपचाप रहे ऐसी कृपा हमें दे ആ ക്രൂശ് മരണത്തെ ഓർമ്മിപ്പിക്കുന്ന തിരുമേശയിലേക്ക് നമ്മൾ കടക്കുകയാണ്. उस क्रिस्त की मृत्यु को स्मरण दिलाते हुए पवित्र मेज हमारे सामने ദൈവത്തോട് മനുഷ്യനോട് കുറ്റമറ്റ മനസാക്ഷിയില് और परमेश्वर मनुष्य के साथ शुद्ध विवेक रखते हुए വിശുദ്ധിയോടെ ഭാഗവക്കാകുക. पवित्रता के साथ उसमें सहभागी होना കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. परमेश्वर हम सबकी मदद ഈ करे വചനങ്ങൾ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. इन वचनों के द्वारा परमेश्वर आप सबको आशीष പ്രാർത്ഥന കഴിയും. പരിശുദ്ധ പിതാവേ, നല്ല വചനത്തിനായി സ്തോത്രം ചെയ്ത് കർത്താവേ, ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. വിശുദ്ധിയുടെ വേർപാട് തിരുമേശയിലേക്ക് ഭാഗവക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. കൃപ കൂടിയിരിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ये बैठो को प्रभु मेज की ओर चलिए आगे बढ़ रहे हैं। जिन्होंने प्रभु यीशु मसीह को अपना व्यक्तिगत उद्धारकर्ता स्वीकार किया, पानी में डूबकर बपतिस्मा लिया था, पवित्र जनता था, ऐसे लोग ले सकते हैं सिपाही है, पवित्र नहीं कर सकता है। जिनका उद्धार नहीं हुआ है, जिन्होंने पानी में डूबकर बपतिस्मा नहीं लिया, ऐसे लोग पवित्र मेज से दूर रहे। हालांकि ये कोई प्रसाद नहीं जो सबको बांटा जाता है, ये यीशु मसीह की मृत्यु के साथ होती सौभाग्यता है। उद्धार पाती बपतिस्मा लेकर यदि आप व्यसन के अधीन है, हालेलुया, यदि आप व्यभिचार में, हालेलुया, ऐसे लोग इससे दूर रहे, क्योंकि व्यसन करने वाले हालेलुया और व्यभिचारी लोग, हालेलुया, ये सलिए जो गलत काम करते हैं लोग स्वर्ग राज्य के वारिस नहीं होंगे। यदि आप लेना चाहते हैं, सबसे पहले उस मार्ग के साथ हालेलुया हर समय के लिए जुदाई करते हुए हालेलुया प्रभु के चरणों में हालेलुया एक निश्चय के साथ आगे बढ़े। प्रभु आप सबको बहुत ऐसा आशीष आइए। हालेलुया, अभी प्रभु ईश्वर हम जा रहे हैं। हालेलुया, 2 काम करना है, एक प्रभु के देह को पहचानना है और दूसरा आपके शरीर को पहचानना है। मेज में लेने के लायक है। जो लोग मेज लेना चाहते हैं अपने घुटने में आ जाए, प्रार्थना पूर्वक आगे बढ़े। आइए हमारे आंखों को बंद करें। जो हालेलुया ये हालेलुया मेज में सहभागी होना चाहता है, हालेलुया अपने घुटने में आ जाए, प्रार्थना करें। सुनिए पिता यीशु के नाम से आपके चरणों में जिस रात